ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് പുന്നപ്ര വയലാർ സ്മാരകമാണ് കേട്ടോ. ഇതിനടുത്ത് തന്നെയായിരുന്നു മുനിസിപ്പാലിറ്റി റെസ്റ്റ് സെൻറ്ററും. ഞങ്ങളിതിൽ കയറിയപ്പോഴത്തേക്ക് നിറച്ച് കാക്കക്കൂട്ടമുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് കാക്കക്കൂട്ടിൽ നിന്നൊരു കുഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാ ദിവസവും ഇവിടെ ഭയങ്കര തിരക്കൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ. ഞങ്ങൾ പിന്നെ രാവിലെ വന്നതുകൊണ്ട് പിന്നെ വലിയ തിരക്കും കാര്യം. ഇത് ഇപ്പം തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ കനാലുകൾ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഈസ്റ്റിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്ന ആലപ്പുഴയിലെ കനാലുകൾ മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. കനാലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബിൽഡിങ് കണ്ടോ, കൊള്ളാല്ലേ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ പോയത് ഗുജറാത്തി സ്ട്രീറ്റിലേക്കാണ്. പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ഗുജറാത്തികളൊക്കെ താമസിച്ചിരുന്നു, ഇപ്പം കുറവാണ്. ഇവിടെ ഒരു ജൈന ക്ഷേത്രമുണ്ട്. പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് മാർക്കറ്റിലേക്കായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. കാരണം ഉച്ച സമയമായതുകൊണ്ട് അവിടെ തിരക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കൊക്കെയാണ്. അത് കാരണം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മാർക്കറ്റിൽ നിന്നും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലെത്തി. അവിടെ എത്തി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപ കൊടുക്കണം. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളുടെയൊക്കെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. എല്ലാവരും കൂടെ നിർബന്ധിച്ച് 1-ാം നില വരെയൊക്കെ ഒരു കണക്കിന് ഞാൻ കയറി. പേടി കാരണം പിന്നെ ഞാൻ മുകളിലോട്ട് കയറിയില്ല. കുട്ടികളെ കയറ്റിവിട്ട് ഞാൻ താഴെ വെയിറ്റ് ചെയ്തു. മുകളിലത്തെ അവിടെ നിന്നിറങ്ങി ലൈറ്റ് ഹൗസിൻ്റെ സൈഡിലുള്ള കനാലിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അപ്പോഴാണ് ഒരു കുട്ടി അവളുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് കേക്കൊക്കെ കൊണ്ടു തന്നത്. പിന്നെ അവളെ വിഷ് ചെയ്തിട്ട് ഞങ്ങൾ പാർക്ക്
അങ്ങനെ ഞങ്ങൾ ബീച്ചിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മഴ വരാറായപ്പോൾ ഞങ്ങൾ വീട് പിടിക്കാനുള്ള ശ്രമത്തിലായി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.